ഹരിയാനയിൽ തുടക്കത്തിൽ മുതൽ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ ഇന്ത്യ സഖ്യമായതിനു മുന്നിൽ EVM എണ്ണിയപ്പോൾ വളരെ കുറേ അധികം കഴിഞ്ഞ് EVM എണ്ണി തുടങ്ങി ഒരു പകുതിയോളമാകുമ്പോൾ ദാ കിടക്കുന്നു ഇന്ത്യ സഖ്യം താഴെ, BJP അധികാരത്തിൽ. അതുപോലെയാണോ ബീഹാറിൽ സംഭവിക്കുക എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ NDA മുന്നിലാണ്, EVM എണ്ണുമ്പോൾ മഹാഗഡ്ബന്ധൻ തിരിച്ചു വരും. വീണ്ടും ധനസുമോദ് ഡൽഹി ബ്യൂറോ ചീഫ് ചേരുന്നു. ധനസുമോദ്, ഈ പറയുന്ന SIR നടപ്പിലാക്കിയപ്പോൾ ഞങ്ങളുടെ സ്വാധീന മേഖലകളിലെ വോട്ടെല്ലാം വെട്ടിക്കളഞ്ഞു എന്ന സങ്കടം ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് മഹാഗഡ്ബന്ധൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ SIR നടപ്പിലാക്കിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പിലെ EVM എണ്ണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇതിനപ്പുറം വല്ലതും സംഭവിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടോ? ഇപ്പോഴും RJD പറയുന്നത് അവർക്ക് ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടത്തിയ സ്ഥലങ്ങളെല്ലാം വളരെ ശക്തമായ ഒരു മേൽക്കൈ തന്നെയാണ് കിട്ടുന്നതെന്നാണ്. പക്ഷേ RJDയുടെ വാക്കുകൾ നമുക്ക് ശരിവെക്കുക തന്നെയാണ് ഇപ്പോൾ ഒരു മാർഗമുള്ള കാര്യം. തപാൽ വോട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പോലും പലയിടങ്ങളിലും ബലാബലം തന്നെയാണ്. പല നിയോജക മണ്ഡലങ്ങളിലും BJPയും RJDയും ബലാബലമാണ്. അപൂർവം ചില മണ്ഡലങ്ങളിൽ RJDക്ക് BJPയെക്കാളും മേൽക്കൈ കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നമ്മളൊന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളുടെ ചാനലിൻ്റെ ഈ പട്ടികയിൽ നൽകിയിരിക്കുന്ന കോളത്തിൽ ആദ്യ 2 കോളങ്ങൾ മാത്രം എടുക്കുക. NDAയിലാണെങ്കിൽ BJPയുടെയും JDUവിൻ്റെയും അവിടെ ഏകദേശം ഒരു BJP കൂടുതൽ സീറ്റ്, അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന സീറ്റാണ് JDUവിനുള്ളത്. പക്ഷേ മഹാസഖ്യത്തിൻ്റെ ഒരു പട്ടിക എടുക്കുകയാണെങ്കിൽ ആദ്യ കോളത്തിൽ RJD, രണ്ടാം കോളത്തിൽ ബഹുദൂരം പിന്നിലാണ് കോൺഗ്രസ് എന്നുള്ളത് കാണാം. അതായത് ഒരു 3-4 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ഇപ്പോഴും ലീഡ് നിലനിർത്താൻ പറ്റുന്നത്. പക്ഷേ ഒരു RJDയുടെ ചിറകിലേറി മാത്രമാണ് മഹാസഖ്യത്തിന് കുതിക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ ഈ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത്, ആ സ്റ്റിയറിംഗ് പിടിച്ചിട്ടിരുന്നത് തേജസ്വി യാദവാണ്. പക്ഷേ ആ തരത്തിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം കോൺഗ്രസിന് ബീഹാറിൽ നടത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആദ്യഘട്ടത്തിലെങ്കിലും പിന്നിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മൾ പാർട്ടി എന്ന ലെവലിൽ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ BJPയോട് കിട്ടപ്പിടിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് അവിടെ RJD നടത്തുന്നത്. ഒരു കാര്യം കൂടി ഓർക്കണം, കാര്യം നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്, നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി. പക്ഷേ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ JDU നേടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇപ്പോഴും RJD ലീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശരി, നിതീഷ് കുമാറിന്റെ പാർട്ടിയേക്കാൾ കൂടുതൽ വോട്ട്. അപ്പോൾ നോക്കണം, ഇപ്പം എന്തായാലും NDA 83, ഇന്ത്യ സഖ്യം 56 എന്നാണ് ഇപ്പോഴത്തെ നില. അത്തേഴ്സിന്റെ കോളത്തിലെ 4 നിന്ന് 6 അത് കുറയുന്നത് എന്നതുകൂടി കാണുക. ബീഹാറിൽ എന്തായാലും പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നുവെന്ന് പറയാൻ കഴിയുന്ന നിലയുണ്ട്. കാരണം ഇന്ത്യ സഖ്യം സമ്പൂർണ്ണമായും വീണിട്ടില്ല. പക്ഷേ NDAയ്ക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, കരുത്തുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഏതെങ്കിലും നിലയ്ക്ക് 20-ാം വർഷത്തിലും തളരാതെ JDUവിന്റെ നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്നു എന്നത് അവരെ സംബന്ധിച്ച് പ്രതീക്ഷാ നിർഭരമാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ EVMകളിലെ ഫലസൂചന വന്നു തുടങ്ങും. നമ്മൾ ഇപ്പോൾ രാജ്യത്ത് ഇന്നിപ്പോൾ ദേശീയ ചാനലുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനലുകൾ, ഹിന്ദി ചാനലുകളൊക്കെ നോക്കിയാലും അതിലെല്ലാം അതിനകത്ത് ചില വ്യത്യാസം കാണാൻ പറ്റും. ഇപ്പോൾ NDTV പറയുന്നത് NDA 69 സീറ്റ് ലീഡ് ചെയ്യുകയും മഹാഗഡ്ബന്ധൻ 50 സീറ്റിൽ വന്നാണ്. അവർ 19 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് കാണുക. ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് പല ചാനലുകളിലേക്കും പോയാൽ 50-65 എന്ന വ്യത്യാസമാണ്. ഇന്ത്യ ടുഡേ 65 സീറ്റിൽ NDA, 50 സീറ്റിൽ മഹാഗഡ്ബന്ധൻ, 15 സീറ്റിൻ്റെ വ്യത്യാസമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പല സോഴ്സസ് ഞാൻ പറയുകയാണ്. അതിനകത്ത് അർണബ് ഗോസ്വാമി പറയുന്നത് MGB 50 സീറ്റിലും NDA 63 സീറ്റിലും ലീഡ് ചെയ്യുന്നതാണ്. അപ്പം മൊത്തം അവർ ഒരു 14 സീറ്റിൻ്റെ ഡിഫറൻസാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. News 18 ബീഹാർ ജാർഖണ്ഡ് അവർ കാണിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് പക്ഷേ വലിയ വ്യത്യാസമാണ്. 34 സീറ്റിൻ്റെ വ്യത്യാസം ഇരു കക്ഷികൾക്കും ഇടയിലുണ്ട് എന്നാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വ്യത്യാസവും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് സങ്കീർണത എന്ന് പറയുന്ന സംഗതി അവിടെ നിൽക്കുകയാണ്. ഈ കണക്കുകളിലെ മാറ്റിമറിച്ചുകൾ ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇന്ത്യ സഖ്യം 57ലേക്ക് ഉയർന്നിരിക്കുന്നു. അതേസമയം NDA 88ലേക്കും പോയിരിക്കുന്നു എന്നാണ് കാണേണ്ട കാര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10% അധികമായി വന്ന ദരിദ്ര മേഖലകളിലെ, ദലിത് മേഖലകളിലെ, മുസ്ലിം മേഖലകളിലെ വോട്ടുകൾ എവിടെയാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്? അവ ശരിയാവണ്ണം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ അവ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുക എന്ന് നാം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാം കൊണ്ടും പ്രധാനം. കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് തെളിവ് സഹിതം ജനങ്ങളോട് പറഞ്ഞ ശേഷമുള്ള
അത് കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേടുകൾ ആസൂത്രിതമായി നടന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്മേൽ നടപടിയെടുക്കാതെ സഹായ മനോഭാവവുമായി നിന്നുകൊടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് ആധികാരികമായി ഉത്തരവാദിത്തത്തോടെ ഒരാക്ഷേപം ഉന്നയിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം, അതും ബീഹാറിന്റെ ഫലം. നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ രാഷ്ട്രീയ മൂവ്മെന്റുകളുടെ പ്രഭവ കേന്ദ്രമായിരുന്ന സ്ഥലം. ബീഹാറിന്റെ മനസ്സെടുത്താൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ മനസ്സെടുക്കാം എന്ന് രാഷ്ട്രീയ ചാണക്യന്മാർ വിചാരിച്ച ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 1. 2, വോട്ട് ചോരി ആരോപണം ഉന്നയിക്കപ്പെട്ട ശേഷം SIR ആകമാനം തട്ടിപ്പാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും ആരോപണം ഉന്നയിച്ച ശേഷമുള്ള SIR നടന്ന സ്ഥലത്തെ തെരഞ്ഞെടുപ്പ് ഫലം അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്.